അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, കുൻ ആലിമ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅൻ. നീ ഒരു ആലിമായിക്കോ, അല്ലെങ്കിൽ ഒരു മുതഅല്ലിമായിക്കോ, അല്ലെങ്കിൽ ഇൽമിനെ സ്നേഹിക്കുന്നവനായിക്കോ, അല്ലെങ്കിൽ ആ ഇൽമിനെ കേൾക്കുന്നവൻ ആയിക്കോ. ഫലാ തകുൻ ഖാമിസ, നീ അഞ്ചാമത്തവൻ ആകരുത് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ഇൽമുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെ നാം ഇഷ്ടപ്പെടുക. ഇൽമുമായിട്ട് നാം ബന്ധപ്പെടുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും ചെയ്യുക. അൽ ഉലമാഉ വറസത്തുൽ അൻബിയാ, ആലിമീങ്ങൾ അൻബിയാക്കളുടെ അനന്തരാവകാശികളാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ ദറസും മദ്രസകളും തുറന്നതായ ടൈമിൽ ദറസുകളിലും മദ്രസകളിലും നാം നമ്മുടെ മക്കളെ നാം വിടുവാൻ ശ്രമിക്കും. അതല്ല എങ്കിൽ അവർ അതിമോശമായ രീതിയിൽ പോകുന്നതാണ്. ദുനിയാവും ആഖിറവും ഇല്ലാത്തതായ രീതിയിൽ പോകുന്നതാണ്. ഇന്നത്തെ ക്യാമ്പസുകളിൽ ആണും പെണ്ണും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ബോധവുമില്ലാതെ, ഒരു ലക്ഷ്യവുമില്ലാതെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയുകയാണ്. അതുകൊണ്ട് നാം ഇൽമിനെ നാം പഠിക്കുകയും ഭൗതികവും ആത്മീയവുമായ രണ്ട് വിദ്യാഭ്യാസങ്ങളെയും നാം നേടിയെടുക്കുവാനും നാം ശ്രമിക്കും. അല്ലാഹു തആല നമ്മുടെ മക്കളെ അല്ലാഹു തആല നന്നാക്കുകയും ചെയ്യുമാറാകട്ടെ.